Hello friends, എല്ലാവർക്കും EldhoTechz സ്വാഗതം. നമ്മൾ ഇത് ചെയ്യാൻ പോകുന്ന ഒരു ടെക് വീഡിയോ അല്ല, ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ZEBRONICSന്റെ ZEB-ENVY മോഡലിന്റെ ഒരു ഹെഡ്ഫോണിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ബോക്സ് ഒന്ന് തുറക്കാം. തുറന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ZEBRONICS ZEB-ENVY എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് ഹെഡ്ഫോൺ നമുക്ക് ബോക്സിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ZEBRONICS ZEB-ENVY മോഡലിൻ്റെ ഹെഡ്ഫോൺ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഹെഡ്ഫോൺ. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ റൈറ്റ് ഇയർ കപ്പിലാണ് ഇതിൻ്റെ ബട്ടൺസ് എല്ലാം ഉള്ളത്. ആദ്യം നമുക്കിതിൽ കാണുന്നത് LED മോഡ് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് ആണ്. അപ്പോൾ നമുക്കിതിൽ LED ലൈറ്റിങ്സും ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ ലഭിക്കുന്ന ഒരു ചാർജിങ് സ്ലോട്ടാണ്. അത് കഴിഞ്ഞ് നമുക്കിവിടെ ഒരു LED ഇൻഡിക്കേറ്റർ, ഓക്സ്പോർട്ട് ആൻഡ് ബിൽറ്റ് ഇൻ മൈക്കാണ് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് വോളിയം കൺട്രോൾ ബട്ടൺസായ അപ്പ് ബട്ടണും ഡൗൺ ബട്ടണും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ബിൽഡ് ക്വാളിറ്റിയും പ്രീമിയം ടച്ചും ഉണ്ട് ഈ ഹെഡ്ഫോണിന്. പിന്നെ ഇതിൻ്റെ ഇയർ കപ്സും കുഷ്യൻസും എല്ലാം നല്ല സോഫ്റ്റാണ്. എല്ലാവരുടെ ഹെഡിനനുസരിച്ച് സ്ട്രെച്ചബിൾ ആണ്. പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിൽ തന്നിരിക്കുന്നുണ്ട്. ഇതൊരു ഫോൾഡബിൾ ഡിസൈനാണ് ഇതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ വളരെ കോമ്പാക്ട് ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും വയ്ക്കാം. അല്ലെങ്കിൽ ട്രാവലിങ്ങിൻ്റെ സമയത്തൊക്കെ നമുക്ക് കൊണ്ടുപോകാം. പിന്നെ ഇതിൻ്റെ 90 ഡിഗ്രി ഇയർ കപ്സ് റൊട്ടേറ്റ് ആകും. ഫ്രണ്ട്സ്, നമ്മുടെ ഹെഡ്ഫോൺ ബ്ലൂടൂത്ത് വേർഷൻ 5.0 വർക്ക് ചെയ്യുന്നത്. ഇതിൽ 33 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം കിട്ടുന്നതാണ്. പിന്നെ ഇതിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റും സിറിയും പോലത്തെ വോയിസ് അസിസ്റ്റൻസ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ഹെഡ്ഫോൺ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലാണുള്ളത്. ഇതിൻ്റെ ഇയർസും നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹെഡ്ഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഹെഡ്ഫോണിൻ്റെ ബേസ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ബേസ് ക്വാളിറ്റിയും നല്ലതാണ്. ഹെഡ്ഫോണിൻ്റെ ഹൈ ഫ്രീക്വൻസി സൗണ്ട്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതും ബാലൻസ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വോളിയം ഫുള്ളാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ സൗണ്ട് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാം. ഫ്രണ്ട്സ്, ഇതിൻ്റെ കൂടെ വേറെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡീഅറ്റാച്ചബിൾ മൈക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കൊരു ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലൂടെ ഒരു ഓക്സ് കേബിളും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഹെഡ്ഫോണിൽ ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് അത് വയർ ഹെഡ്ഫോണായിട്ട്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹെഡ്ഫോണിൻ്റെ LEDs. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള LEDs ആണ് നമുക്ക് ഈ ഹെഡ്ഫോണിൽ വന്നിരിക്കുന്നത്. LEDs വരുന്ന പാർട്ട് റബ്ബറൈസ്ഡ് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അത്. നല്ല സോഫ്റ്റ് ആൻഡ് പ്രീമിയം ടച്ച് അതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഹെഡ്ഫോണിൻ്റെ റിയൽ പ്രൈസ് നോക്കുമ്പോൾ 3299 രൂപയാണ് വരുന്നത്. പക്ഷേ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ 2300 രൂപയ്ക്ക് കിട്ടും. ഹെഡ്ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് കൂടുതൽ ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഹെഡ്ഫോണിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.